गोपिका जीवनस्मरणं जानकीकान्तस्मरणं सद्गुरु महाराज की। सूर्यस्पर्धिकिरीटमूर्ध्वतिलकः प्रोद्भासि पालान्धरम् कारुण्याकुलनेत्रमार्द्रहसितोल्लासं सुनासापुटम् खण्डोत्यन्मकराभकुण्डलयुगं कण्डोज्ज्वलकौस्तुभं त्वद्रूपं वनमाल्यहारपटलः श्रीवत्सदीभ्रं भजे। नामसंकीर्तनं यस्य सर्वपापप्रणाशनं प्रणामो दुःखशमनः तं नमामि हरिं परं। गोपिका जीवनस्मरणं। चतुर्विधाः पुरुषाः भजन्ति मां सुकृतिनोऽर्जुन। आर्थी अर्थार्थी जिज्ञासु ज्ञानी च भरतर्षभ। भक्त्या त्वनन्या सख्या अहमेवं विदोऽर्जुन। ഇതൊക്കെ ഭഗവാൻ ഗീതയിൽ പ്രമാണമായി പറയുന്നതാണ്. ഭഗവാനെ പ്രാപിക്കുക എന്നുള്ളത് മാത്രം ലക്ഷ്യമായി കൊണ്ടുവരുന്ന ഒരു ജിജ്ഞാസു അവനും സുകൃതി. ജ്ഞാന നിലയിലിരുന്നും ഭക്തി ചെയ്യുന്നവൻ അവനും സുകൃതി. ആർത്ഥപ്രപത്തിയോടെ ഭഗവാന്റെ അടുക്കൽ വരുന്നവൻ അവനും സുകൃതി. ആർത്തിയില്ല, എനിക്ക് അർത്ഥം വേണമെന്ന് പറഞ്ഞ് അർത്ഥാർത്തിയോടെ വരുന്നവൻ അവനും സുകൃതി. അങ്ങനെ ഭക്താഹ ബഹുവിധാഹ സന്തി. ഭക്തர்கள் ഒരു വിധത്തിലല്ല ഭക്തരുള്ളത്, പല വിധത്തിലെ ഭക്തരുണ്ട്. ഇവരൊക്കെ ഭഗവാൻ തന്നെ ഭക്തനായിട്ട് അംഗീകരിക്കുന്നുണ്ട്. ആ ഭഗവാൻ അംഗീകരിച്ചിരിക്കുന്ന ഭക്തർ ഭഗവാനെ പ്രാപിക്കാനായി പല തരത്തിലുള്ള മാർഗങ്ങൾ ഭക്തിക്കകത്ത് തന്നെ സ്വീകരിക്കുന്നു. ഭക്തിക്ക് അകത്ത് തന്നെ അനേക വിധമായ മാർഗങ്ങൾ ഉണ്ട്. ഭാവം അത് ഇന്നലെ പറഞ്ഞു, ഓരോരോ വിധത്തിലുള്ള ഭാവം. അതല്ലാതെ ഈ യോഗം എന്ന് പറഞ്ഞ രാവിലെ തൊട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന അഷ്ടാംഗ യോഗം, ഇത് മനസ്സിനെ അടക്കുന്നത് മാത്രമല്ല, ഇതും ഭക്തി തന്നെയാണ്. കാരണം ഞാൻ പറഞ്ഞിരിക്കുന്നതല്ല, പതഞ്ജലി തന്നെ യോഗസൂത്രത്തിൽ പറയുന്ന വിഷയമാണിത്. പതഞ്ജലി യോഗസൂത്രത്തിൽ അഷ്ടാംഗയോഗത്തിനെ കുറിച്ച് പറഞ്ഞു വരുന്ന പതഞ്ജലിയുടെ യോഗസൂത്രത്തിനകത്ത് ഈശ്വരനെ കുറിച്ചൊരു വാക്ക് ഉണ്ട്. ആദ്യത്തിൽ തന്നെ 10ാമത്തെ സൂത്രമോ എന്തോ അവിടെ തന്നെ ഭഗവാനെ കുറിച്ച് വരുന്നു. സഹ ആദ്യ പുമാൻ കവിഹി സയേവ ഗുരുഹു എന്നൊരു സൂത്രം. നമുക്ക് ഏത് പാതയിൽ പിന്തുടർന്നാലും ഒരു ഗുരു വേണം. ഗുരു എന്നുള്ളവൻ ആരാകുന്നു? ആ നമ്മൾ എത്താൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിൽ മുമ്പേ എത്തി. നമ്മൾ എത്താൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിൽ ആൾറെഡി അവിടെ പോയി റീച്ചായിട്ട് അതൊക്കെ എങ്ങനെയാണ് സുഖമായിട്ട് അവിടെ എങ്ങനെയാണ് പോവുക എന്ന് അറിഞ്ഞ് ആ സുലഭത നമുക്കും കൂടെ തരുന്നവൻ ഗുരു. ഇപ്പോൾ ഏത് സ്ഥലത്ത് പോയാലും ആദ്യം പോകുന്നവർക്കാണ് കഷ്ടം. ഭാഷ്യമേ അങ്ങനെ തന്നെ. പിന്നെ ഭാഷ്യം ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഈ ഭാഷ്യം എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനം എന്നർത്ഥം. ഭാഷ്യം എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനം. അതായത് ഉപനിഷത്തിന് വ്യാഖ്യാനം വേണം, സൂത്രങ്ങൾക്ക് വ്യാഖ്യാനം വേണം. സൂത്രം എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടിരിക്കും, കയറുന്നൊരർത്ഥമുണ്ട്. അതല്ലാതെ സൂത്രം എന്ന് പറയുമ്പോൾ ഓരോരോ വിഷയത്തിനെ, വലിയ വിഷയത്തിനെ ചെറുതായിട്ട് അതിനെ അറേഞ്ച് ചെയ്ത് തരുന്നതിൻ്റെ പേരാണ് സൂത്രം എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ എവിടെയെങ്കിലും സംസാരിക്കാൻ പോകുന്നെങ്കിൽ, പ്രവചനത്തിന് പോകുന്നെങ്കിൽ നോട്ട്സൊക്കെ എഴുതി വയ്ക്കുന്ന പതിവൊക്കെ ഉണ്ട്. ആ നോട്ട്സ് എഴുതി വയ്ക്കുമ്പോൾ അത് ഫുള്ളായിട്ട് നമ്മളിവിടെ വന്ന് ഒപ്പിക്കണം. അല്ല, നമ്മൾ എഴുതി വച്ചിരിക്കുന്ന അതേപോലെ എടുത്ത് വായിക്കുന്നതല്ല. സ്ഫുരിക്കും. ഹൃദയത്തിനകത്തിൽ നിന്ന് ഭഗവാൻ എന്ത് പറഞ്ഞു തരുന്നു അത് വായു വഴി വരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചില വിഷയങ്ങൾ എപ്പോഴും ഇതേ
തദേക ധ്യാനമായിട്ടിരിക്കുമ്പോൾ ചില കാര്യങ്ങൾ കൊള്ളാമല്ലോ, ഇതൊന്ന് എവിടെയെങ്കിലും കുറിച്ച് വയ്ക്കുക, എവിടെയെങ്കിലും ആവശ്യപ്പെടുമെന്ന് ആവശ്യം വരുമെന്ന് പറഞ്ഞ് ചിലവർ എഴുതി വയ്ക്കും. ചിലപ്പോൾ ചിലവർ എഴുതി വയ്ക്കും. അപ്പോൾ അത് ചെറുതായിട്ട് എഴുതി വയ്ക്കും. ഈ കണ്ടന്റ് മാത്രം മതി. ബാക്കി ഈ വിസ്താരമായിട്ട് പറഞ്ഞ വിഷയം മൊത്തം അങ്ങ് എഴുതി വയ്ക്കുക. ആ കണ്ടന്റ്, അതിൻ്റെ ഹൃദയമയ്യമായ പോർഷൻ മാത്രം എഴുതി വയ്ക്കുക. അതിന് സൂത്രം എന്ന് പേര്. ഇതുപോലെ ബ്രഹ്മസൂത്രം എന്നൊന്നുണ്ട്, വ്യാസാചാര്യകൾ ചെയ്തത്. ബ്രഹ്മസൂത്രം ബ്രഹ്മത്തിനെ കുറിച്ചുള്ള വിഷയങ്ങളൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഓരോന്നും പറഞ്ഞു തരുന്നത് സൂത്രം. ഭക്തിസൂത്രം എന്നുണ്ട്, നാരദ ഭക്തിസൂത്രം. വേറൊരു ഭക്തിസൂത്രമുണ്ട്, നാരദർ മാത്രമല്ല, വേറൊരു ഭക്തിസൂത്രം അറിയോ? ചാണ്ഡില്യ ഭക്തിസൂത്രം എന്നൊന്നുണ്ട്. ചാണ്ഡില്യ മഹർഷിയും ഭക്തിസൂത്രം എഴുതി. ചാണ്ഡില്യ മഹർഷി പറയുന്നു, സാ പരമപ്രേമരൂപ, ഭഗവാന്റെ അടുത്തുള്ള അനുരാഗത്തിന് പേര് ഭക്തി എന്ന് പറഞ്ഞു. രാഗം ദ്വേഷം രണ്ടും ഉണ്ട്. രാഗം എന്ന് പറഞ്ഞാൽ ഇഷ്ടം, ദ്വേഷം എന്ന് പറഞ്ഞാൽ വെറുപ്പ്. പക്ഷേ ഭഗവാന്റെ അടുത്ത് ഒരു രാഗം വേണം, ആ രാഗത്തിന് പേര് അനുരാഗം. അല്ലാതെ രാഗത്തിൽ വായിക്കണമെന്നില്ല. അനുരാഗം, ഭഗവാന്റെ അടുത്തുള്ള അനുരാഗം ഭക്തി. അനുരാഗം എന്ന് പറഞ്ഞാൽ ഈ ശിവക്ഷേത്രത്തിലൊക്കെ ധാരയ്ക്ക് കൊടുക്കില്ലേ, പതിവില്ല, ആ പതിവൊക്കെ ഇല്ലേ? എങ്ങനെയാണ് ധാര വീഴുന്നത്? അവിഛിന്നമായിട്ട് വീഴും. അവിഛിന്നമായിട്ട് വീഴുന്നുകൊണ്ടേയിരിക്കുന്നതിന് പേര് ധാര. ഒരു അവിഛിന്നം എന്ന് പറഞ്ഞാൽ ഒരു ബ്രേക്ക് ഇല്ലാതെ വീഴുന്നതിന് പേര് ധാര. അതുപോലെ ഭഗവാന്റെ അടുക്കൽ ഹൃദയം വഴി ആ പ്രേമ അനുരാഗം, അത് അവിഛിന്നമായിട്ട് ബ്രേക്കില്ലാതെ ഭഗവാന്റെ അടുക്കലുള്ള പ്രേമയ്ക്ക് പേര് അനുരാഗം. അത് ഭക്തി എന്ന് ചാണ്ഡില്യ ഭക്തിസൂത്രം. അപ്പോൾ ഈ ഓരോ സൂത്രം നമ്മൾ നേരെ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. വ്യാഖ്യാനമേ വായിച്ചാൽ മനസ്സിലാവില്ല. ഭാഷ്യങ്ങളെ വായിച്ചാൽ മനസ്സിലാവില്ല. അപ്പോൾ ഈ സൂത്രം നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് സാക്ഷാത് പരമേശ്വരൻ തന്നെ വ്യാസരാൽ ചെയ്യപ്പെട്ട സൂത്രത്തിന് ഭാഷ്യം ചെയ്തു. വ്യാസ സാക്ഷാത് നാരായണ, ശങ്കര ശങ്കര സാക്ഷാത്. നമ്മൾ ശ്ലോകം പോലും പറയും, വ്യാസം എന്താ, ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യ കൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സൂത്രം ആര്? കേശവം ബാദരായണം. ബാദരായണൻ വ്യാസൻ, ശങ്കര ശങ്കരാചാര്യൻ, ഭാഷ്യകൃത്, ഭാഷ്യക്കാരനെ പേരുണ്ട് ശങ്കരാചാര്യർക്ക്. ആദ്യം എടുത്ത് ഒരു നമുക്ക് മനസ്സിലാക്കി തന്നത് ബ്രഹ്മസൂത്രം ഇത് തന്നെയാണ് പറയുന്നത് എന്ന് നിർണീതം ചെയ്തത് ശങ്കരാചാര്യർ. ഉപനിഷത്ത് എല്ലാ മതക്കാരും ഭാഷ്യം ചെയ്തിട്ടുണ്ട്. മതം എന്ന് പറയുമ്പോൾ നിങ്ങൾ ക്രിസ്ത്യാനിറ്റിയിലോട്ടൊന്നും പോകണ്ട, ഭാരതദേശത്തിൽ ഉണ്ടായിരുന്ന മതം എന്നർത്ഥം. അത് അദ്വൈതം, അതൊരു മതം. മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായം എന്നർത്ഥം, അതായത് വേറൊന്നുമില്ല. അത് വഴക്കുണ്ടാക്കുന്ന സാധനം എന്നല്ല അർത്ഥം, അഭിപ്രായം. ഇപ്പോൾ പോലെ ഞാനിവിടെ ഭക്തിനെ കുറിച്ച് പറയുന്നു, വേറൊരാൾ ഇവിടെ വന്നിരുന്ന് കർമ്മവിനെ കുറിച്ച് പറഞ്ഞാൽ എൻ്റെ മതം ഭക്തി മതം, അയാളുടെ മതം കർമ്മമതം, അത്രയേ ഉള്ളൂ. അഭിപ്രായം, അയാളുടെ അഭിപ്രായം കർമ്മ. അങ്ങനെ അദ്വൈതം എന്നൊരു മതം, വിശിഷ്ട അദ്വൈതം എന്നൊരു മതം, ദ്വൈതം എന്നൊരു മതം, ഇത് പ്രസിദ്ധമായ മതം. ഇതല്ലാതെ ബൗദ്ധം എന്നൊരു മതം, സാഖ്യം എന്നൊരു മതം, ശമണം എന്നൊരു മതം, അത് ജൈനമതം എന്ന് പറയും. ശമണം എന്നൊരു മതം, ഇങ്ങനെ പല പല മതങ്ങൾ. അങ്ങനെ ആദിശങ്കരാചാര്യരുടെ കാലത്ത് 72 മതം ഉണ്ടായിരുന്നു, വെവ്വേറെ സിദ്ധാന്തികൾ. ഒരാൾ പറയും ബ്രഹ്മം മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല എന്ന് പറയും. വേറൊരാൾ പറയും ബ്രഹ്മം മാത്രമല്ല, പ്രകൃതിയും പുരുഷനും വേറെ വേറെ ആയിട്ടുണ്ട് എന്ന് പറയും. വേറൊരാൾ പറയും ഇല്ല, പരമാത്മാവുണ്ട് ജീവാത്മാവുണ്ട് എന്ന് പറയും. ഇതൊക്കെ സത്യം തന്നെ, എല്ലാം സത്യമാണ്, പറയുന്നതൊക്കെ സത്യം തന്നെയാണ്. പക്ഷേ പറയുന്ന സത്യം ഓരോന്നും ഓരോ തരത്തിലുള്ള സത്യം എന്നർത്ഥം. അതെന്താ ഓരോ തരത്തിലുള്ള സത്യം? ഇപ്പൊ പകലാണ്, ആണ് സത്യമല്ലേ? ഇത് ഒരു സത്യം മാത്രമല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ അല്ല. ഇപ്പൊ രാത്രിയാണ് ഞാൻ പറഞ്ഞ അതും സത്യമാണ്. ഇവിടെ ഇപ്പൊ പകൽ, അമേരിക്കയിൽ ഇത് രാത്രി. അങ്ങനെ വിശിഷ്ടാദ്വൈതം സത്യം തന്നെയാണ്. ആ സത്യത്തിന് പേര് വ്യവഹാര സത്യം എന്ന് പേര്. സത്യം തന്നെ 3 വിധത്തിൽ സത്യം പറയുന്നുണ്ട്. ഭാഗവതത്തിലെ
കൃഷ്ണാവതാരത്തിന് തൊട്ടു മുമ്പ് ദേവകിയുടെ ഗർഭവാസത്തിൽ ഭഗവാൻ ഇരിക്കുമ്പോൾ ദേവതകളൊക്കെ വന്ന് സ്തോത്രം ചെയ്യും. സത്യം സത്യപരം ത്രിസത്യം സത്യസ്യ യോനിം നിഹിതം ച സത്യേ സത്യസ്യ സത്യം ഋതസത്യനേത്രം സത്യാത്മകം ത്വാം ശരണം പ്രപന്നാക. അതിൽ പറയുന്നു ത്രിസത്യം എന്ന് പറയുന്നു. പാരമാർത്ഥിക സത്യം, വ്യവഹാരിക സത്യം, പ്രാതിഭാസിക സത്യം. ഇത് മൂന്നും സത്യത്തിൻ്റെ ഓരോരോ രീതി. പ്രാതിഭാസിക സത്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ ഒരാൾ വന്നിരിക്കുന്നു, എൻ്റെ അഭിപ്രായം ഇദ്ദേഹം നല്ല മനുഷ്യനാണ് ഞാൻ പറയുന്നു. വേറൊരാൾ ഇദ്ദേഹത്തിനെ കുറിച്ച് അറിയാവുന്ന ഒരാൾ പറയുന്നു അത് അത്ര നല്ല മനുഷ്യനൊന്നും അല്ല എന്ന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. എനിക്കൊരു അഭിപ്രായം, അദ്ദേഹത്തിനൊരു അഭിപ്രായം. ഇത് രണ്ടും സത്യമാണ്. എൻ്റെ പരിധി നോക്കുമ്പോഴത്തേക്കും എൻ്റെ അഭിപ്രായം സത്യം ഒരേ ആളിനെ കുറിച്ച്. വേറൊരാളുടെ കാഴ്ചപ്പാടിൽ അത് സത്യം. ഈ രണ്ട് സത്യവും ഉണ്ട്. പക്ഷേ ഈ പ്രാതിഭാസിക സത്യം വ്യവഹാര സത്യത്തിനകത്ത് അടങ്ങും. എന്ന് വെച്ചാൽ എന്താ? വാസ്തവത്തിൽ അയാൾ നല്ല മനുഷ്യനായിരിക്കും. ഇത് വ്യവഹാര സത്യം. ഇതുപോലെയാണ് അദ്വൈതം. വ്യവഹാര സത്യം, പാരമാർത്ഥിക സത്യം. ഹിരണ്യകശിപു പറഞ്ഞത് വ്യവഹാര സത്യം. ഹിരണ്യകശിപു എന്ത് പറഞ്ഞു? തൂണിലെ നരസിംഹൻ അല്ല, തൂണാണുള്ളതെന്ന് പറഞ്ഞു. ഇത് തൂണാണെന്ന് പറഞ്ഞു. പ്രഹ്ലാദൻ പറഞ്ഞത് പാരമാർത്ഥിക സത്യം. പ്രഹ്ലാദൻ എന്ന് പറഞ്ഞു അല്ല, സ്തംഭേന ദൃശ്യതേ, സ്തംഭേന ദൃശ്യതേന്ന്. ഇത് സ്തംഭം വഴിയേ കാണാം, നരസിംഹനെ കാണാം, ഭഗവാനെ കാണാം സ്തംഭത്തിൽ. അത് പാരമാർത്ഥിക സത്യം. അപ്പോൾ പാരമാർത്ഥിക സത്യത്തിനകത്ത് ഈ വ്യവഹാര സത്യം അടങ്ങും, നശിച്ചു പോകും. എന്താ? നരസിംഹമൂർത്തി ആവിർഭാവം. അപ്പോൾ ഹിരണ്യകശിപുവിടെ സത്യം അവിടെ അടങ്ങി. പ്രഹ്ലാദൻ്റെ സത്യത്തിനകത്ത് ഹിരണ്യകശിപുവിടെ സത്യം അടങ്ങി എന്ന് പറയുന്നത് പോലെ ഓരോ മതവും പറയുന്നത് ഓരോന്നും സത്യം. പക്ഷെ ഓരോരോ സത്യവും അതിൻ്റെ മുകളിൽ പക്വത പരിപാകം വരുമ്പോൾ അതിലോട്ടങ്ങ് അടങ്ങും. നമ്മൾ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ എന്താ പഠിച്ചിട്ടുള്ളത് സ്കൂളിൽ? സൂര്യൻ കിഴക്കേ ഉദിച്ച് മേർക്കേ അവസാനിക്കുന്നു, അസ്തമിക്കുന്നു. ഇത് പഠിക്കും. വാസ്തവത്തിൽ എന്താ സത്യം? സൂര്യൻ ഉദിക്കുന്നുമില്ല, അസ്തമിക്കുന്നില്ല. സൂര്യൻ അതുപോലെ തന്നെയുണ്ട്. നമ്മളാണ് കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് വ്യവഹാരം, ഇത് പ്രാരപാരവാർത്ഥികം. ഇതല്ല വ്യത്യാസം. അങ്ങനെ ഓരോ മതവും സത്യം. 72 മതം ഇതുപോലെ ഉണ്ടായിരുന്നു. ആ 72 മതത്തിൻ്റെയും അഭിപ്രായം ആചാര്യാൾ ഖണ്ഡനം ചെയ്ത് അദ്വൈതത്തിനെ സത്യമെന്ന് സ്ഥാപിച്ച് അതിന് ഭാഷ്യത്തിൻ്റെ സഹായത്തോടെ, അതായത് ഈ ബ്രഹ്മസൂത്രം, ഭഗവത്ഗീത, പ്രസ്ഥാനത്രയം, ഇതിന് മൂന്നിനും വ്യാഖ്യാനം. ആ 3 വ്യാഖ്യാനത്തിൻ്റെ പേരാണ് ഭാഷ്യം എന്ന് പേര്. ഭാഷ്യം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ ചെയ്യപ്പെടണം, അതിന് ഭാഷ്യം എന്ന് പേര്. ഇങ്ങനെ ഈ യോഗസൂത്രത്തിൽ ഒരു വാക്ക് പറയുന്നുണ്ട്, ഗുരു ആര് എന്നുള്ളത് പറയുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ഇത്രയും പറയേണ്ടി വന്നത്. ആര് ഗുരു? സയേവ ആദ്യ കവിഹി സയേവ ഗുരു. ആദ്യം, എല്ലാവർക്കും മുമ്പ് ആദ്യം പുരുഷമീശാനം പുരുഹൂതം പുരുഷ്ടുതം എന്ന് മഹാഭാരതത്തിലെ ആദ്യ ശ്ലോകം, പ്രഥമ ശ്ലോകം. മഹാഭാരത ഗ്രന്ഥം എടുത്ത് നോക്കിയാൽ ഫസ്റ്റ് ശ്ലോകം ആദ്യം പുരുഷമീശാനം പുരുഹൂതം പുരുഷ്ടുതം ഋതമേകാക്ഷരം ബ്രഹ്മ വ്യക്താവ്യക്തം സനാതനം എന്ന് മഹാഭാരതം ആരംഭം. അതിൽ ആദ്യം എന്നുള്ള പദം, ആദ്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മുമ്പേ ഉള്ളവൻ എന്നർത്ഥം. അത് ഭഗവാനെ തവര വേറെ ആരുമല്ല, ഭഗവാൻ അല്ലാതെ വേറെ ആരുമല്ല. ആ ഭഗവാൻ തന്നെ ഗുരു എന്ന് യോഗസൂത്രകർത്താവായ പതഞ്ജലി പറയുന്നു. അപ്പോൾ യോഗമാർഗവും പര്യവസാനിക്കുന്നത് ഭക്തിയിൽ തന്നെയാണ്. അപ്പോൾ ഭക്തിമാർഗത്തിൻ്റെ വേറൊരു ഡിവിഷൻ യോഗമാർഗം, അത്രയേ ഉള്ളൂ. ആ യോഗമാർഗം 8 അംഗങ്ങളോടെ കൂടി യമനിയമാസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി എന്നുള്ള 8 അംഗങ്ങളോട് കൂടിയ മാർഗം. അതിവിപുലം, യത്കിഞ്ചിത് വിപുലമായിട്ട് നോക്കി, കുറച്ച് വിപുലമായിട്ട് നോക്കി. പൂർണ്ണമായിട്ട് പറഞ്ഞൊന്നും പറയാൻ പറ്റില്ല. 3 മണിക്കൂർ പറഞ്ഞു, 10 ശ്ലോകം പോലും പോയില്ല. വിപുലമായിട്ട് പറഞ്ഞതെന്ന് പറയുന്നു. അതെ, അങ്ങനെ ഒന്നും പറഞ്ഞ് പൂർത്തി ചെയ്യാൻ പറ്റില്ല. ഈ സപ്താഹമില്ല, അടുത്ത സപ്താഹം നമ്മളിതിനെയല്ലോ. ഭഗവത് കൃപ ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത സപ്താഹം ഇതേ ഡേറ്റും മാറ്റമില്ല. അപ്പോൾ ഇപ്പോൾ ഇട്ടത് തുടർന്നു പോകും, ഇത്രയേ ഉള്ളൂ. സീരിയലൊക്കെ തുടരുന്നു ഇട്ടാൽ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നു. ഇവിടെ മാത്രം തുടരുന്നിട്ടാൽ എന്താ?
അങ്ങനെ ഭട്ടതിരി യോഗമാർഗത്തിൽ വഴി ഭഗവാനെ പ്രാപിക്കണം എന്ന് ആഗ്രഹിച്ച് യോഗം ചെയ്യാനായി നല്ല ശരീരബലം വേണം യോഗമാർഗത്തിന്. ഹഠയോഗം എന്നൊക്കെ പറയും. ഹഠയോഗം എന്നൊക്കെ പറഞ്ഞാൽ അവരൊക്കെ കണ്ടാലേ, എന്നെ കണ്ടാലേ ഹഠയോഗിയാണോ ചോദിക്കും. അങ്ങനെയല്ല, അവരുടെ ശരീരത്തിൽ എല്ലാം ഒരു തോലിങ്ങനെ ചുറ്റി വെച്ചിരിക്കും, അത്രയേ ഉള്ളൂ ഹഠയോഗിയുടെ. അങ്ങനെ ഇരിക്കും ശരീരം. ശരീരം വളരെ ഫ്ലെക്സിബിളായിരിക്കും. എത്ര നേരം വേണമെങ്കിലും തറയിലിരിക്കാം, എവിടെ വേണമെങ്കിലും നുഴഞ്ഞു കയറി പോവാം. അവരുടെ ശരീരം അങ്ങനെ ഫ്ലെക്സിബിളായിട്ട് വെച്ചേക്കും. ഗുരുവായൂർ അമ്പലത്തിന് മുമ്പിൽ നിന്ന് എത്ര നേരം വേണമെങ്കിൽ ക്യൂ നിൽക്കാം. VIP ആരെങ്കിലും ഉണ്ടോ, പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടോ നോക്കാതെ നിന്ന് പോവാം. അതിനുവേണ്ടി ഒരു ശരീരം ചോദിക്കുന്നു, അതിനുവേണ്ടി ശരീരപുഷ്ടി ചോദിക്കുന്നു ഭട്ടതിരി. അപ്പോൾ അഷ്ടാംഗ യോഗം ചെയ്ത് സുഷുമ്നാ നാഡി വഴി ബ്രഹ്മരന്ധ്രം എന്നും പറയും അതിന്. ആ ബ്രഹ്മരന്ധ്രം വഴി തൻ്റെ സർവപ്രാണനെ അടക്കി ജീവനാകുന്നവൻ തൻ്റെ പ്രാണനെ സുഷുമ്നാ നാഡി വഴി സഹസ്രാരത്തിൽ കൊണ്ടെത്തിച്ച് ശരീരം എപ്പോൾ വിടണം എന്നുള്ളത് അയാൾ നിശ്ചയിക്കും. ശരീരത്തിനെ എപ്പോൾ വിടണം എന്ന് അയാൾ നിശ്ചയിക്കും. എങ്ങനെ നമ്മൾ ഷർട്ടൊക്കെ ഊരിയിടുന്നത് പോലെ ശരീരത്തിന് അനായാസമായിട്ട് അങ്ങ് ഉതറിക്കളയുക എന്ന് പറയുന്നത്. ഉതറിക്കളഞ്ഞിട്ട് പോവുക, ഭയമില്ലാതെ നില. അവർക്ക് ഭയമില്ല. എന്തിനോടുള്ള ഭയം? ഒന്നിനോടും ഭയമില്ല. ഭയം എന്തുകൊണ്ടില്ല? ഒന്നിൻ്റെ പുറത്തും അറ്റാച്ച്മെൻ്റ് ഇല്ല. എവിടെയാണോ അറ്റാച്ച്മെൻ്റ് ഉള്ളത് അവിടെ ഭയമുണ്ട്. നമുക്ക് ശരീരത്തിനോട് അറ്റാച്ച്മെൻ്റ് ഉണ്ട്, നമ്മുടെ കൂടെ ഉള്ളവരോട് അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അതുകൊണ്ട് എന്താ? മരിക്കാൻ ഭയമുണ്ട്, മരണഭയം. 5 വയസ്സ് പയ്യൻ നചികേതസ് യമലോകത്തിൽ യമൻ്റെ മുമ്പിൽ പോയി നിന്ന് മിസ്റ്റർ ധർമ്മരാജൻ ഹൗ ആർ യു എന്ന് ചോദിച്ചിട്ട് എനിക്ക് കുറച്ച് ആത്മവിദ്യ പറഞ്ഞതാന്ന് ചോദിച്ച് യമൻ്റെ കയ്യിൽ നിന്ന് മൃത്യുവിനെ ജയിച്ചിട്ട് വന്നവൻ, മൃത്യുയുടെ കയ്യിൽ നിന്ന് മൃത്യുവിനെ ജയിക്കാനുള്ള വിദ്യ പഠിച്ചിട്ട് വന്നവൻ നചികേതസ്. കഠോപനിഷത്ത് കഥ. അപ്പോൾ ആ അറ്റാച്ച്മെൻ്റ് ഇല്ലാത്തത് കൊണ്ട് ഭയമില്ല. നചികേതസിന് അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞു, നിന്നെ ഞാൻ മൃത്യുവിനെ കൊടുക്കും, മൃത്യുവേ ദദാമ്യസൗ നചികേത. എവിടെ ആർക്ക് എന്നെ കൊടുക്കാൻ പോകുന്നു ചോദിച്ചു. ഇന്നെന്നല്ല, പണ്ടേ ഇങ്ങനെയൊക്കെ തന്നെ. നമുക്ക് വേണ്ടാത്തതും പൊടിഞ്ഞതൊക്കെ നമ്മൾ ആർക്കെങ്കിലും ദാനമായിട്ട് കൊടുക്കും. അത് നചികേതസിൻ്റെ കാലം തൊട്ടേ അങ്ങനെ, ഉപനിഷത്ത് കാലം തൊട്ടേ അങ്ങനെ. കറക്കാത്ത പശു, അടിമാട്, അതിനെ ഒക്കെ രാജ ദാനമായിട്ട് കൊടുത്തു. ഉശൻ ഹവൈ വാജസ്രവ എന്നാരംഭിക്കും ഉപനിഷത്ത്. അപ്പോൾ നചികേതസിന് അറ്റാച്ച്മെൻ്റ് ഇല്ലാത്തത് കൊണ്ട് മൃത്യുവിന് കൊടുക്കാം, മൃത്യുവിന് ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ സന്തോഷമായിട്ട് പോയി യമലോകത്തിൽ പോയി. എന്താ ഇപ്പോൾ നമ്മുടെ ഈ കൈലാസ യാത്ര പോകുന്ന സമയത്ത് യമദ്വാരം എന്ന് പറഞ്ഞിട്ടൊരു ദ്വാരമുണ്ട്, പോയവർക്കറിയാം. യമദ്വാറിൽ പോയി എന്തെങ്കിലും ഉപേക്ഷിക്കണമെന്ന് പറയും. അവിടെ പോയിട്ട് ഷർട്ടൊക്കെ ഊരിയിട്ടിട്ട് വരും. തുണി ഉപേക്ഷിക്കുകയല്ല, ഷർട്ട് ഉപേക്ഷിക്കുന്നത് പോലെ ശരീരപ്രജ്ഞ ഉപേക്ഷിക്കണം. ശരീരം കൊണ്ട് 3 ദിവസമായിട്ട് തന്നെയാണ് പറയുന്നത്. പാലനം മാത്രം മതി, പോഷണം വേണ്ടാന്ന്. അങ്ങനെ നചികേതസ് എന്തിനാ ഇപ്പം ശരീരം എന്ന് ചോദിച്ചാൽ ഭട്ടതിരി പറയുന്നു, ഭക്തി ചെയ്യാൻ വേണ്ടി ശരീരം വേണം. അതിനുവേണ്ടി അഷ്ടാംഗ യോഗം ഗുരുവായൂരപ്പൻ്റെ അടുത്ത് യാചനയായി, അഷ്ടാംഗ യോഗം ചെയ്യാൻ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ശരീരം യാചിക്കുന്നു. അങ്ങനെ അഷ്ടാംഗയോഗ സിദ്ധി നേടിയ ഒരു സിദ്ധൻ, അഷ്ടാംഗയോഗ സിദ്ധൻ, അവനും ജ്ഞാനിയും വേറെയല്ല, അവനും ബ്രഹ്മവും വേറെയല്ല എന്നുള്ള രീതിയിൽ ജീവൻ സ്വതന്ത്രമായി ബ്രഹ്മലോകത്തിൽ പരാന്തകാലം വരയ്ക്കും സ്വസ്ഥമായി, സ്വതന്ത്രമായി, സുഖമായി, ശാന്തിയോടെ ഇരിക്കും. അതിനുശേഷം മഹാപ്രളയം അവനെ സംബന്ധിച്ച്, ആ ജീവനെ സംബന്ധിച്ച് മഹാപ്രളയത്തിൽ പരമാത്മാവിനോട് ലയിക്കും. ഇപ്പോഴേ ലയിച്ചു,
ഇത് ജീവൻ മുക്തി എന്ന് പേര്, അത് ലയനം എന്ന് പേര്, മഹാലയനം. അങ്ങനെ ലയിക്കും. അവരെങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിക്കാൻ ഭട്ടതിരി പറയുന്നു, ആസ്ഥിതോഥ മഹരാലയേത് യഥാ ശേഷവക്ത്രദഹനൈക്ഷ്മണാർദ്യുതേ ഈയതേ ഭവതുപാശ്രയത്തഥാ വേദസപദമത പുരൈവ വാ. പുരൈവ വാ, മുമ്പിലെ പോലെ അവർ നിന്നിൽ ലയിക്കും എന്നർത്ഥം. ഇപ്പം മുമ്പിലെ പോലെ നിന്നിൽ ലയിക്കും എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് തന്നെയാണ് എല്ലാവരും വന്നിരിക്കുന്നത് എന്നർത്ഥം. രാവിലെ തുടങ്ങിയത് ഇങ്ങനെയാണ്, എവിടെ നിന്ന് വന്നു അവിടെ തന്നെ പോകണം എന്ന്. എല്ലാവർക്കും അത് തന്നെ, എവിടെ നിന്ന് വരുന്നു അവിടെ തിരിച്ചു പോകണമെന്ന് ആഗ്രഹം. അപ്പോൾ എവിടെ നിന്ന് വന്നു? സച്ചിദാനന്ദമായ സർവവ്യാപകമായ പരമാത്മാവിൽ നിന്ന് തന്നെ വന്ന് പരമാത്മാവിൽ തന്നെ ഇരിക്കുന്നു, പരമാത്മാവിൽ തന്നെ ലയിക്കുന്നു. ഇത് ഉപനിഷത്ത് പറയും, യതോ വാ ഇമാനി ഭൂതാനി ജായന്തെ യേന ജാതാനി ജീവന്തി യത്വയം പ്രവിശം വിശന്തി. ഇത് പഠിക്കുമെന്ന് പറയും. ഇതറിഞ്ഞവൻ എന്താ? സർവാൻ കാമാനശ്നുതേ, അവന് പിന്നെ ആഗ്രഹം ഇല്ല എന്നർത്ഥം. എല്ലാ കാമവും സിദ്ധിക്കും എന്ന് പറഞ്ഞാൽ ആഗ്രഹം ഇല്ല, അവാപ്ത സർവകാമനായി, നിത്യതൃപ്തനായി എന്നർത്ഥം. തത്ര വാ തവ പദേ തവാവസൻ പ്രാകൃത പ്രളയേതി മുക്തതാം സ്വച്ഛയാ ഖലു പുരാ വിമുച്യതേ സംവിഭിദ്യ ജഗദണ്ഡമോജസാ. അവിടെ നിന്റെ പാദസേവ ചെയ്തുകൊണ്ട് വസിക്കും. അത് ഇല്ലെങ്കിൽ ഈ അണ്ടകടാകങ്ങളെ തന്നെ ഭേദിച്ചുകൊണ്ട് പോകും, അണ്ടകടാകങ്ങളെ ഭേദിച്ചു കൊണ്ടുപോകും. ഇതൊക്കെ സാധ്യമാണോ? ആര് കണ്ടിട്ടുണ്ട് ഈ അണ്ടം കടാകങ്ങളൊക്കെ? എല്ലാവരും പറയുന്നു അനേക കോടി ബ്രഹ്മാണ്ടങ്ങളുണ്ട് എന്ന് പറയുന്നു. ഇതൊക്കെ ആർക്കറിയാം? അവന് ലോകചിന്ത ഉണ്ടാവില്ല എന്നർത്ഥം. ലോകചിന്തയിൽ നിന്ന് അവൻ മുക്തനാവും. ലോകചിന്താഭേദനം അവിടെ നടക്കും. ലോകചിന്താഭേദനായി മുക്തൻ, സർവദാ മുക്തനായി ഭവിക്കും. ഇതുതന്നെ അണ്ടകടാകം ഭേദിച്ചു പോവുക. അവന് സ്വർഗീയ സുഖങ്ങളിലും താല്പര്യമില്ല. അവന് ജനോലോകം തപോലോകത്തിലുള്ള സുഖങ്ങളിലും താല്പര്യമില്ല. അവൻ ഇനി ധ്യാനത്തിലിരിക്കേണ്ടതായി ഇല്ല. കാരണം അവന് സമാധി നില അടഞ്ഞു. 5ാം ക്ലാസ് പഠിക്കുന്നവൻ 4ാം ക്ലാസ് പാഠപുസ്തകം തുറന്നേ നോക്കില്ല. അതുപോലെ സമാധിയിലിരിക്കുന്നവൻ സമ്യക്ക് സമാധി, അവൻ സമാധിയിലായി എന്ന് വെച്ചാൽ എന്താ? താൻ വേറെ ബ്രഹ്മം വേറെ എന്നുള്ള നിലയിലെ പൂർണ്ണ അനുഭവം, നിരാകാര അനുഭവം അവന് സിദ്ധിച്ചു. ഇത് കഴിഞ്ഞ് അവന് വേണമെങ്കിൽ സഗുണബ്രഹ്മോപാസന ചെയ്യാം. അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. എന്തൊക്കെയോ പറഞ്ഞു പോകുന്നു ഭട്ടതിരി. ചിന്തയ്ക്ക് അപ്പാർപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് പോകുന്നു. എന്താ ഇത്? ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. അത്ര വാ തവ പദേ തവാ വസന്ന്, വേണമെങ്കിൽ അവർക്ക് ഭഗവത് ഭക്തി ചെയ്യാം. അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? തീർച്ചയായിട്ടും ചെയ്യും. അങ്ങനെയേ ചെയ്യുള്ളൂ. കാരണം അതിനൊരു പ്രമാണം കാട്ടണമെങ്കിൽ വേറെ ആരുമില്ല. ശുഖബ്രഹ്മ ഋഷിയെ, ജീവൻ മുക്തൻ, ബ്രഹ്മഭൂതൻ, താൻ വേറെ ബ്രഹ്മം വേറെ എന്നില്ലാതെ ഒരു ചിന്തയില്ല, ഒരു ദുഃഖമില്ല, ഒരു ബന്ധമില്ല, നൂൽബന്ധം പോലും ശരീരത്തിലില്ലാതെ വനസാരിയായ ശുഖബ്രഹ്മ ഋഷി കൃഷ്ണകഥ പറയുന്നു. അതും മുമ്പിലിരിക്കുന്ന ശ്രോതാവിനെ കണ്ട് രാജന് 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 കിംഭൂയ ശ്രോതുമിച്ഛസി, ഇനി എന്തെങ്കിലും കേൾക്കണോ പറ, ഞാൻ പറയാൻ വേണ്ടി ഇവിടെ നിൽക്കുകയാണ്. ഇത് ശുഖബ്രഹ്മ ഋഷി പറയുന്നു. കാരണം ബ്രഹ്മഭൂതനായാലും അവനും ഭക്തി ചെയ്യും എന്നുള്ളതിനൊരു പ്രമാണമാണത്. അപ്പോൾ ജ്ഞാനത്തിൽ നിന്ന് ഭക്തിക്ക് ഇറങ്ങി എന്ന് പറയാൻ പാടില്ല. ഭക്തി പഞ്ചമി പുരുഷാർത്ഥം. ഭക്തി പഞ്ചമി പുരുഷാർത്ഥം. ജ്ഞാനം കിട്ടും. ജ്ഞാനം കിട്ടിയാലും, ജ്ഞാനം കിട്ടുക എന്ന് വെച്ചാൽ കടയിൽ പോയി കടച്ചരക്കല്ല ഇത്. അതൊരു തെറ്റിദ്ധാരണ. ജ്ഞാനം കിട്ടും എന്ന് പറഞ്ഞാൽ സിദ്ധമായി
അനുഭവം വരും. അതർത്ഥം. ബ്രഹ്മാനുഭവത്തിലിരുന്നാലും അവർ ഭക്തി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് ഭക്തിക്ക് പെരുമയല്ല, ഭഗവാനും പെരുമയല്ല, അത് അവർക്ക് ആ ജ്ഞാനിയുടെ പെരുമയാണ്. സദാശിവബ്രഹ്മേന്ദ്ര, സദാശിവബ്രഹ്മത്തെ പോലെ, ശുഭബ്രഹ്മ ഋഷിയെ പോലെ. തസ്യ ചക്ഷിതി പയോ മഹോനിലഃ ദ്യോമഹത് പ്രകൃതി സപ്തകാവൃതീഃ തത്തദാത്മകതയാ വിശൻസുഖീ യാതി തേ പദമനാവൃതം വിഭോ. യാതി തേ തവ പദം. എവിടെ പോയി ചേരും? അലഞ്ഞ് 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 പട്ടിക്ക് തുല്യമായ പട്ടി സമാനമായ ഒരു ജീവിതം നയിച്ച് ഏതോ എങ്ങനെയോ ചെയ്ത ഏതോ ജന്മത്തിൽ ചെയ്ത ഒരു പുണ്യം കാരണം സത്സംഗം കിട്ടി, ഭഗവൻ നാമം കയ്യിൽ കിട്ടി, ആ നാമം ജപം ചെയ്യ സദ്ഗുരുവിനെ സാക്ഷാത്കാരം കിട്ടി. സദ്ഗുരു സാക്ഷാത്കാരം ഈശ്വര സാക്ഷാത്കാരത്തിന് മുകളിലാണ്. സദ്ഗുരു സാക്ഷാത്കാരം കാരണം ഭഗവാൻ വരും, വരം തരും, പോവും. സദ്ഗുരു അങ്ങനെയല്ല, വരും, വേണ്ടിയ വരം തരും, പോകൂല. ഇത് ഭഗവാനും സദ്ഗുരുവിനുള്ള വ്യത്യാസം. അപ്പോൾ ഇങ്ങനെ അലഞ്ഞ് സദ്ഗുരു സാക്ഷാത്കാരവും കിട്ടി, അയാൾക്ക് വേണ്ടിയ മാർഗത്തെ സദ്ഗുരുനാഥൻ ഉണർത്തിച്ച് ബോധിച്ചിട്ട് ആ മാർഗത്തിൽ തന്നെ ഒരു അണുപോലും വ്യതിചരിക്കാതെ സദ്ഗുരുവിൻ്റെ വാക്ക് തന്നെ വേദവാക്കായി എടുത്ത് ആ മാർഗത്തിൽ സദ്ഗുരു തന്നെ അയാളെ നയിച്ച് അവസാനം ഇപ്പം എവിടെ എത്തുന്നു? യാതി തേ പദമനാവൃതം വിഭോ. വിഭോ ഗുരുവായൂരപ്പ, ഇതിനെല്ലാത്തിൻ്റെയും ഫലനായി അവസാനം വന്ന് എത്തുന്നത് തവ പദം, നിന്റെ അടുക്കൽ വന്ന് ചേരും. അഷ്ടാംഗ യോഗം പറഞ്ഞ് അതിൻ്റെ ഫലം നിന്റെ അടുക്കൽ വന്ന് ചേരും. ഇതിനു വേണ്ടി ഞാൻ പിന്നെ എന്തിനാ ഈ അഷ്ടാംഗ യോഗം ചെയ്യുന്നത്? ഭക്തി മാത്രം ചെയ്താൽ പോരെ എന്ന് അടുത്ത് ചോദിക്കും. ഭട്ടതിരിയുടെ ഹൃദയം അങ്ങനെ തന്നെയാണ്. അർച്ചിരാധിഗതിമീദൃശിം വ്രജൻ വിച്യുതിം ന ഭജത്തെ ജഗത്പതേ സച്ചിദാത്മക ഭഗവദ്ഗുണോദയാൻ ഉച്ചരന്തം അനിലേശ പാഹി മാം. അത് ഇവിടെ ഒരു തനി ഭംഗി, ഈ ദശകം തീരുന്ന സ്ഥലത്തൊരു ഭംഗി. അർച്ചിരാദി മാർഗം വഴി, അതായത് ഇപ്പം ഇത്രയും പറഞ്ഞില്ലേ, സുഷുമ്നാ നാഡി, സഹസ്രാരമാണ് ഹെഡ്ലൈറ്റ്. ഇത്രയ്ക്ക് മുകളിൽ ഇങ്ങനെ കിരീടം പോലെ ഇരിക്കും. സഹസ്രാരം പ്രകാശമായിട്ടിരിക്കും, നല്ല പ്രകാശത്തോടെ ഇരിക്കും. ആ പ്രകാശമാണ് നമ്മളെ നയിക്കുന്നത്. ഇങ്ങോട്ട് പോകണമോ അങ്ങോട്ടേക്ക് നയിക്കുന്ന പ്രകാശമാണത്. ആ പ്രകാശം ഭഗവത് കൃപ, അത് തന്നെ ഈ പ്രകാശം. അങ്ങനെ അർച്ചിരാദി മാർഗം വഴി ഊർധ്വരേതസായി അർച്ചിരാദി മാർഗം വഴി സഞ്ചരിക്കുന്നവൻ, ബ്രഹ്മഭൂതനായവൻ, വ്രജൻ എന്ന് പറയുന്നു, സഞ്ചരിക്കുന്നു എന്ന് പറയുന്നു. സഞ്ചരിക്കുന്നവൻ അവൻ എന്താ ഉള്ള? വിച്യുതിം ന ഭജത്തെ. അവന് പിന്നെ എന്താ താഴ്ചയുള്ളത്? വിച്യുതി ഇല്ല അവന്. ച്യുതം എന്ന് പറഞ്ഞാൽ നഴുവപ്പെട്ടതെന്ന് അർത്ഥം. അച്യുതൻ എന്ന് പറഞ്ഞാൽ നഴുവാതവൻ, കൈവിട്ടു പോകാതവൻ. ഒരിക്കൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കൈവിട്ടു പോവില്ല. സത്യമത്. കൈവിട്ടും പോവില്ല, മനസ്സ് വിട്ടും പോവില്ല. ഒരിക്കൽ പോയി കണ്ടാൽ മതി. പിന്നെ അത് കണ്ണ് ഫോട്ടോ എടുത്ത് മനസ്സിനോട്ട് പ്രോസസ്സ് ചെയ്യും. മനസ്സിൽ അത് പിന്നെ അത് അവിടെ തന്നെ കിടക്കും. അച്യുതൻ. വിച്യുതി എന്ന് പറഞ്ഞാൽ പതനം, നാശം എന്നർത്ഥം. വിച്യുതിയും ന ഭജത്തെ. അവർക്ക് പിന്നെ എന്താ? അവർക്ക് പിന്നെ പതനമില്ല, നാശമില്ല. കാരണം എന്താ? ജഗത്പതേ എന്നൊരു പദം അവിടെ. വിച്യുതിയും ന ഭജത്തെ ജഗത്പതേ. നീ പതിയെ ഉള്ളപ്പോൾ പിന്നെ ആർക്ക് നാശം? അല്ലേ?
ത്വയി പ്രസന്നൈ കിമിഹ പ്രയാസൈ ത്വയി അപ്രസന്നേ കിമധിക പ്രയാസൈ. നീ പ്രസന്നമായിട്ടുണ്ടോ, പിന്നെ എനിക്ക് എന്താ പ്രയാസം? നീ പ്രസന്നമായിട്ടില്ലെങ്കിൽ അതിനെക്കാട്ടിലും വലിയ പ്രയാസം വേറെ എന്താ? ത്വയി പ്രസന്നേ കിമിഹ പ്രയാസൈ ത്വയി അപ്രസന്നേ കിമധിക പ്രയാസൈ. അങ്ങനെ ജഗത്പതിയായിട്ട് നമുക്കും പതിയായിട്ട് ജഗദ്ഗുരു അസ്മത് ഗുരു, ജഗത് സ്വാമി മമ സ്വാമി, ജഗത്പതി അസ്മത് പതി. അങ്ങനെ എനിക്കും പതി ലോകത്തിനും പതി, ഇല്ല ലോകത്തിനും പതി എനിക്കും പതിയായ ഗുരുവായൂരപ്പ നീ ഇവിടെ ഉള്ളപ്പോൾ പിന്നെ അച്ചിരാദി മാർഗം വഴി പോകുന്നവർക്ക് എന്താ പതനം? ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ചോദിക്കുന്നു ഭട്ടതിരി. ഗുരുവായൂരപ്പൻ പതനമേ ഇല്ല എന്ന് പറഞ്ഞു. സച്ചിദാത്മക ഭവഗുണോദയാന്. സച്ചിദാത്മക, സത്ത് ചിത്ത് ആത്മകം, സത്ത് ചിത്ത് ആനന്ദം, സത്യമായ വസ്തു. ആ ചിത്ത് എന്നുള്ള ശബ്ദമേ പ്രകാശം, ചൈതന്യം എന്നർത്ഥം. പ്രകാശരൂപത്തിൽ നയിക്കുന്നവൻ ചിത്രൂപൻ, ചിന്മയൻ പറയില്ല, ചിന്മയൻ, സത്യമായ പ്രകാശം. ആ പ്രകാശത്തിലെ നമ്മളെ നയിക്കുന്നവൻ കൂടെയുള്ളപ്പോൾ പിന്നെന്താ? സച്ചിദാത്മക. അവർക്ക് എന്തുകൊണ്ടാ ആ പതനമില്ലാത്തത് എന്നുള്ള കാരണമാണ് പറയാൻ പോകുന്നത്. അതാണ് ഇവിടുത്തെ ഭംഗി. അഷ്ടാംഗയോഗം പറഞ്ഞതല്ല അവിടെ പ്രസക്തി. ഈ അഷ്ടാംഗയോഗം ചെയ്ത് അർച്ചിരാദി മാർഗം വഴി ഊർധ്വരേതസായി ബ്രഹ്മതന്ത്രം വഴി സഞ്ചരിക്കുന്ന യോഗികൾ അവരെന്ത് ചെയ്യുന്നു? ഭവദ്ഗുണോദയാനുച്ചരന്തം, നിന്റെ ഗുണഗണങ്ങൾ പാടി പരത്തുന്നു. അത് തന്നെ അവിടെ ആശ്ചര്യം. അവർ നിർഗുണത്തിലായി, ഇവര് നിർഗുണോപാസനം ചെയ്ത് നിർഗുണരായി. എന്നാലോ ഭഗവാന്റെ ഗുണങ്ങൾ പറയുന്നു. പരിനിഷ്ഠിതോപി നൈർഗുണ്യേ ഉത്തമ ശ്ലോക ലീലയാ ഗൃഹീത ചേത രാജർഷേ ആഖ്യാനം യദതീതവാൻ. ശ്രീ സുഖബ്രഹ്മഋഷി പരീക്ഷത്തിന് പറയുന്നു, നിർഗുണോപാസകൻ എന്നൊന്നും നിങ്ങൾ എന്നെ തള്ളി വെക്കണ്ട. ചിലവർക്ക് നിർഗുണോപാസകരെ കണ്ടാ പുച്ഛം, ചിലവർക്ക് സഗുണോപാസകരെ കണ്ടാ പുച്ഛം. ഇത് രണ്ടും ചെയ്തത് രാമകൃഷ്ണ പരമഹംസർ. രാമകൃഷ്ണ പരമഹംസർ ഈ അഷ്ടാംഗ യോഗം രാമകൃഷ്ണ പരമഹംസരുടെ കൈവിരൽ തുമ്പിലുണ്ട്. എപ്പോൾ നിർവികൽപ്പ സമാധിയിൽ പോകുമെന്ന് പറയാനേ പറ്റില്ല. അതിന് സമാധിക്ക് നിർവികൽപ്പ സമാധി എന്നൊന്നുണ്ട്. സമാധിയിൽ നിർവികൽപ്പം ഒന്നും കൽപ്പിക്കാതെ എപ്പോൾ വരെ എപ്പോൾ ഉണരുമെന്നൊന്നും അറിയില്ല. അതാണ് നിർവികൽപ്പ സമാധി. ബോധം കെട്ട് ഉറങ്ങുന്നതല്ല അത്. ഉറങ്ങുമ്പോൾ പോലും സുഷുപ്തി എന്നൊരു അവസ്ഥയിലുണ്ട്. ഇത് നിർവികൽപ്പ സമാധിയിൽ അവസ്ഥയില്ല. മൂന്നവസ്ഥയും കടന്ന ഒരു സ്ഥിതി. ആ നിർവികൽപ്പ സമാധിയിൽ എപ്പോൾ പ്രവേശിക്കുന്നത്? മിക്കവാറും രാമകൃഷ്ണ പരമഹംസർ നിർവികൽപ്പ സമാധിയിൽ തന്നെ ആയിരിക്കും. പക്ഷേ രാമകൃഷ്ണ പരമഹംസരുടെ അടുക്കൽ രാമകൃഷ്ണ പരമഹംസർക്ക് ഈ നിർഗുണ ഉപാസന പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗുരു വന്നു. തോത്താപുരി മഹാരാജ് എന്ന് പേര്. ആ തോത്താപുരി മഹാരാജ് നിർവികൽപ്പ സമാധിയിൽ നിർഗുണ ഭക്തിയെ നിർഗുണമേ ഉള്ളൂ, സഗുണമില്ല എന്നൊക്കെ പറയുന്നു. രാമകൃഷ്ണ പരമഹംസർ പറഞ്ഞു, അങ്ങനെ കള്ളം പറഞ്ഞ് എൻ്റെ അടുത്ത് കള്ളം പറയരുത്, എൻ്റെ അമ്മയാണ് സത്യം എന്ന് പറയുന്നു. കാളീനെ എൻ്റെ അമ്മയാണ് സത്യം. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, നീ നിൻ്റെ അമ്മയുടെ അടുത്ത് തന്നെ പോയി ചോദിച്ചിട്ട് വാന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ പോവാം. അമ്മയുടെ അടുത്ത് വന്ന് ചോദിക്കുന്നു, കാളിയുടെ അടുത്ത് വന്ന്, അമ്മ ഇങ്ങനെ പറയുന്നല്ലോ, സത്യമാണോ? അതും സത്യം, ഇതും സത്യം. നിന്നെ ഈ ഒരു രീതിയിലുള്ള ഭക്തിയും നീ അറിയാതെ പോകണ്ടെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വിളിപ്പിച്ച് വരുത്തിയിരിക്കുന്നതാണ്. നീ എൻ്റെ സങ്കല്പമാണ് അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നത്, നീ പോയി പഠിക്കുക. രാമകൃഷ്ണ പരമഹംസരെ ഇരുത്തി പഠിപ്പിക്കാനായിട്ട്. എന്താ? നിർഗുണോപാസന പഠിപ്പിക്കാൻ. സാധാ കാളി കാളി എന്ന് പറഞ്ഞ് അമ്മ എന്ന് പറഞ്ഞ് കരഞ്ഞ് ലീനനായ രാമകൃഷ്ണ പരമഹംസർക്ക് നിർഗുണോപാസന പഠിപ്പിക്കാനായിട്ട് തോത്താപുരി മഹാരാജ് വന്നിരിക്കുന്നു.
തോതാപുരി മഹാരാജ് ഇത് സഗുണമൊക്കെ മായയാണ്, എന്തിനൊക്കെ ഗുണമുണ്ടോ അതൊക്കെ മായ, എന്തിനൊക്കെ രൂപമുണ്ടോ അതൊക്കെ മായ എന്ന് പറയുന്നു. അയ്യോ അങ്ങനെ പറയരുത്, എൻ്റെ അമ്മ സത്യം. പെട്ടെന്നൊന്നും മനസ്സിലാകില്ല നിനക്ക്, നീ ധ്യാനം ചെയ്. എന്തിനെ ധ്യാനം ചെയ്യണം? നിർഗുണത്തിനെ ധ്യാനം ചെയ്യും. ഗുണമേ ഇല്ലെങ്കിൽ പിന്നെ എന്തിനെ ധ്യാനം വരും? അപ്പോൾ ഒരു താഴെ കിടന്ന ഒരു കണ്ണാടി ചില്ലെടുത്ത് രാമകൃഷ്ണ പരമഹംസരുടെ നെറ്റിയിൽ ഈ ആജ്ഞാചക്രമുള്ള സ്ഥലം ഗുരുമധ്യം അവിടെ ഒരു വര വരച്ചു. ആ വേദനയിൽ ധ്യാനം ചെയ്യുന്നു പറഞ്ഞു. രാമകൃഷ്ണ പരമഹംസർ ധ്യാനമൊന്നും ചെയ്തില്ല, കണ്ണടച്ചാൽ മാത്രം നിർവികൽപ്പ സമാധിയിൽ പ്രവേശിച്ചു. കണ്ണടച്ചാൽ മാത്രം നിർവികൽപ്പ സമാധിയിൽ നാൾ കണക്കെ പ്രവേശിച്ചു. ഇദ്ദേഹത്തിന് ആശ്ചര്യം, തോതാപുരി മഹാരാജിന്. 40 വർഷം കൊണ്ട് ഞാൻ നേടിയെടുത്ത സാധന ഈ പയ്യൻ ഒരു ക്ഷണം പോലും ഇല്ല. അദ്ദേഹത്തിന് ഉണർത്തണം. കാരണം സമാധിയിലായിപ്പോയാൽ പിന്നെ സമാധി, ഈ നിർവികൽപ്പ സമാധിയുടെ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ ശവം പോലെ ഇരിക്കും. ധ്യാനത്തിനെങ്കിലും ശ്വാസമെങ്കിലും വരും. ധ്യാനം സിദ്ധിച്ചാൽ ശ്വാസം വരും. നിർവികൽപ്പ സമാധിയിൽ ശ്വാസവും വരില്ല, നാഡി തുടിപ്പും കാണില്ല, നാഡിയെ തുടിക്കില്ല. ഒരു ഡോക്ടർ വന്ന് ആ മെഷീൻ എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പോയി അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോളൂ എന്ന് പറയും. എങ്ങനെ കണ്ടുപിടിക്കും? ചൈതന്യ മഹാപ്രഭുവിന് ഇതുപോലെ സംഭവിച്ചു. മഹാപ്രഭു ആകാശത്തിലെ കറുത്ത മേഘം കണ്ടാൽ മതി, മഹാപ്രഭു മൂർച്ചയായി വീഴും. ഹയേ ശ്യാമസുന്ദരാന്ന് പറഞ്ഞ് മൂർച്ചയായി വീഴും. അങ്ങനെ കടൽ തീരം, പുരി ജഗന്നാഥ ക്ഷേത്രം കടൽ തീരം, കറുത്ത മേഘം കണ്ടു, കൃഷ്ണ ശ്യാമസുന്ദരാന്ന് നീലമേഘ ശ്യാമാന്ന് വീണു. കടലെടുത്തോണ്ട് പോയി. ഒരു മീൻകാരന് കിട്ടി. മീൻ ഇവിടെയൊക്കെ ശിഷ്യരൊക്കെ തേടുന്നു, ഇവിടെ പോയി മഹാപ്രഭു എവിടെ പോയി, മഹാപ്രഭു എവിടെ പോയി എന്ന് തേടുന്നു. മഹാപ്രഭുവിന് നമ്മളിങ്ങനെ നോക്കാതെ പോയല്ലോ, പൊക്കിഷമല്ലേ, ഇങ്ങനെ നമ്മൾ നോക്കാതെ പോയല്ലോ. ഇല്ല, ആഹാരമില്ല, ഉറക്കമില്ല. അവർ ശിഷ്യരൊക്കെ അവരവർ തന്നെ ആത്മഹത്യ ചെയ്യാൻ പോയി. നോക്കിയാൽ കടൽ തീരത്തിൽ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ കടൽ തീരത്തിൽ ഒരു മീൻ പിടിക്കുന്നവൻ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് പറഞ്ഞ് ആടുന്നു, പാടുന്നു, കരയുന്നു. ഇത് ഒരു ഗ്യാസ് ഉണ്ട്, ആ ഗ്യാസിൻ്റെ പേര് എനിക്കറിയില്ല, ചിരിപ്പ് വരും. ഏത്? സ്മൈലിംഗ് ഗ്യാസ്, അത് തന്നെ. അതിനെന്തോ കെമിക്കൽ പേരൊക്കെ പറയും. അത് തുറന്നാൽ ചിരി വരും. അതുപോലെ ഇങ്ങനെ ആവണമെങ്കിൽ മഹാപ്രഭുയുടെ സാന്നിധ്യം ഇല്ലാതെ ഇങ്ങനെ ആവില്ല. മഹാപ്രഭു ഇവിടെ തന്നെ ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. മഹാപ്രഭു തൊട്ട മാത്രം ഭാവഭക്തി വരും, പ്രേമഭക്തി വരും, കണ്ണിരുന്ന് കണ്ണിൽ ജലം വരും. തൊട്ടാ മതി. സ്പർശന ദർശന സ്പർശന, ഉപദേശമേ വേണ്ട, അടുത്തേ ഇരിക്കണ്ട, ഒന്ന് തൊട്ടിട്ട് പോയാൽ മതി. അടുത്തുകൂടെ ഈ സ്പ്രേ അടിച്ചവർ അടുത്തുകൂടെ പോയാൽ മതി, അതിൻ്റെ ഗന്ധം വരും എന്ന് പറയുന്നത് പോലെ മഹാപ്രഭു അടുത്തുകൂടെ പോയാൽ മതി, കരയും. അത് ഭാവഭക്തി. രാമകൃഷ്ണ പരമഹംസർ 4-5 ദിവസമായി 6 ദിവസമായി എണീക്കുന്നില്ല. ഇദ്ദേഹം തോതാപുരി മഹാരാജ് കാതിൽ വന്ന് ഹരി ഓം എന്ന് പറയുന്നു, ഓം തത്സത്ത് എന്ന് പറയുന്നു, ഒന്നുമില്ല. ഒടുക്കം എന്നോ എങ്ങനെയോ പ്രജ്ഞ വന്ന് എണീച്ചു. രാമകൃഷ്ണ, ഞാൻ 40 വർഷം കൊണ്ട് നേടിയ സാധന നിനക്കെങ്ങനെ ഇത്ര സുലഭത്തിൽ സിദ്ധിച്ചു? എൻ്റെ അമ്മയുടെ അനുഗ്രഹം എന്ന് പറഞ്ഞു, കാളിയുടെ അനുഗ്രഹം എന്ന് പറഞ്ഞു. അത് രാമകൃഷ്ണ പരമഹംസർ സഗുണഭക്തിയും കാണിച്ചു, നിർഗുണഭക്തിയും കാണിച്ചു. അതാണ് ഇവിടെ പറയുന്നത്. നിർഗുണ നിരാകാരത്തിലെ ഉപാസനയോടിരിക്കുന്നവർ ഇപ്പം എന്ത് ചെയ്യുന്നു? ഭവഗുണോദയാന് ഉച്ചരന്തം അനിലേശ. നിന്റെ ഗുണകഥകൾ ഇങ്ങനെ പാറി പറയുന്നു. വേറൊന്നും അവർക്കില്ല, വേറൊന്നും അവർക്ക് നേടേണ്ടതായിട്ടും ഇല്ല. പറയുന്നു എന്ന് പറഞ്ഞാൽ കേൾക്കണമെങ്കിലും 2 പേര് വേണ്ടേ? ശരി, ഇല്ലെങ്കിൽ ഗുണം കേൾക്കാന്ന് വെച്ചാൽ പറയാനെങ്കിലും ഒരാൾ വേണ്ടേ? അതൊന്നും ആവശ്യമില്ലെന്ന്. കാരണം ഈ ഭഗവത് ഗുണം മാത്രം പറയാൻ ആളുണ്ടോ പറ, കേൾക്കാൻ ആളുണ്ടോ പറ, പറയാൻ ആളുണ്ടോ കേൾക്ക്, പറയാൻ ആളില്ല കേൾക്കാൻ ആളില്ലെങ്കിൽ സ്മരിക്ക്. ശൃണ്വന്തി ഗായന്തി ഗൃണന്തി സാധവ. ആ നിർഗുണനിഷ്ഠയുടെ യോഗ സാധനയുടെ അഷ്ടാംഗ യോഗത്തിൻ്റെ ഫലം
ഭഗവത് ഗുണം പറയുന്നത്. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ.